ഒരു 90% ആളുകൾ തെറ്റിച്ചാണ് പറയണത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇരുട്ട്, ഞാൻ എപ്പോഴും അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുവായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാന് എന്തെങ്കിലും വിളിച്ചോട്ടെ, എല്ലാരും മിക്കവാറും യൂജിൻ എന്നൊക്കെയാ പറയണത്. യൂജിൻ എന്ന് പറയും. എന്നെ ഒരു ദിവസം വിളിച്ചു. ആക്ച്വലി ഞാൻ ഇൻസ്റ്റാഗ്രാമില് ദീപക് സാറിന്റെ ഒരു പാട്ട് പാടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പുള്ളി കണ്ടിട്ടാണ് എന്നെ വിളിക്കണത്. ആദ്യം എന്നെ പാട്ട് പറയണമെന്നല്ല വിളിച്ചിട്ടാണ് ഞാനിങ്ങനെ പാട്ട് കേൾക്കും, ഭയങ്കര നല്ലതാണ്, നമുക്ക് എപ്പോഴെങ്കിലും കൂടാം എന്നുള്ള ആംഗിളിലാണ് എന്നെ വിളിക്കണം. ഞാൻ ഭയങ്കര സന്തോഷമായി, കാരണം ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ രണ്ടാമതൊരു പ്രാവശ്യം പുള്ളിനെ കാണാൻ പോയി. അപ്പോഴാണ് ഞാനിങ്ങനെ എനിക്ക് ഇങ്ങനെ അങ്ങോട്ട് ചോദിച്ച് ഇതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാനപ്പോ അല്ല സാർ ഇത് പടം ഏതാണ്, ഇത് ബ്രോഡായി എന്ന് പറഞ്ഞത്. അപ്പോഴെനിക്ക് ക്ലിക്ക് ആവണില്ല. പൃഥ്വിരാജിന്റെ ഡയറക്ഷനാണ്. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എവിജൻ ഇമ്മാനുവൽ ആണ്. ഹിസ് എ പ്ലേബാക്ക് സിംഗർ, പെർഫോമർ, മ്യൂസിക് കമ്പോസർ ആണ്. ഗോസ്പൽ സോങ്സ് ഇന്നത്തെ യൂത്തിനെ കണക്ട് ചെയ്യിപ്പിക്കുന്ന സിംഗേഴ്സിൽ ഒരാൾ കൂടിയാണ് എവിജൻ. സോ വെൽക്കം ചെയ്യാം. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഈ എവിജൻ എന്നുള്ള പേരുണ്ടല്ലോ, വളരെ യുണീക്ക് ആയിട്ടുള്ള പേരാണ്. ഈ പേര് എങ്ങനെയാണ്, ആര് സെലക്ട് ചെയ്തു ഈ പേര്? ലൈക്ക് അതൊരു ബൈബിൾ കണക്റ്റഡ് നെയിം ആണോ? എന്റെ കണക്കൂട്ടിലല്ല, എനിക്കറിയില്ല. അല്ലല്ല അല്ലാന്ന് തന്നെയാണ് തോന്നുന്നത്. ഇത് എന്റെ അപ്പൻ തന്നെ ഇട്ടാന്നാണ് ഞാൻ ആ സമയത്ത് എനിക്ക് അറിയില്ല. അപ്പൊ ഇനി വേണമെങ്കിൽ പോയിട്ട് ചോദിക്കാം. എന്റെ അപ്പനാണ് പേരിട്ടത്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരുടെയും പേര് ഏകദേശം ഒരേപോലെ ഇങ്ങനെ വരുന്ന രീതിയിൽ അവർ കണക്ക് കൂട്ടിയൊക്കെ ഇട്ടാണ്. പക്ഷെ I'm so happy for that name. അതിന്റെ പ്രൊനൗൺസിയേഷൻ എവിടെയെങ്കിലും ലൈക്ക് സ്കൂളിലാണെങ്കിലും പണ്ടൊക്കെ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ തെറ്റിച്ചിട്ട് പറഞ്ഞിട്ട് ആൾക്കാരുണ്ട്. ഒരു 90% ആളുകൾ തെറ്റിച്ചാണ് പറയണത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇരുട്ട്, ഞാൻ എപ്പോഴും അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുവായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാന് എന്തെങ്കിലും വിളിച്ചോട്ടെ, എല്ലാരും മിക്കവാറും യൂജിൻ എന്നൊക്കെയാ പറയണത്. യൂജിൻ എന്ന് പറയും. അങ്ങനെ കൂടുതലും ആളുകളൊക്കെ അങ്ങനെയാ പറയണത്. ഞാൻ പറയും എവിജിൻ എന്നാണ് പേര്. പലയിടത്തും ഇങ്ങനെ പരിപാടിക്കൊക്കെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴും യൂജിൻ എന്നൊക്കെ പറഞ്ഞാല് അവര് ഓൾറെഡി അനൗൺസ് ചെയ്യും. എന്നിട്ട് ഞാൻ ചെന്ന് എന്റെ പേര് ഇങ്ങനെയല്ല, അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇൻഡസ്ട്രിയിൽ ആ പേര് വളരെ യുണീക്ക് ആണ്. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവില്ലേ? ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഈ പേര് ചിലപ്പം പറയുമ്പോ തന്നെ ആള് മുഖം ഓർക്കാൻ സാധ്യതയുണ്ട്. ആർക്കും അങ്ങനത്തെ പേരില്ലാത്തതുകൊണ്ട് ഉറപ്പായിട്ടും. പ്ലേ ബാക്കിലോട്ട് വന്നത് കാണാക്കുയിലെ എന്നുള്ള ദീപക് സാറിന്റെ വൻ വൈറൽ ആയിട്ടുള്ള ഒരു സോങ് ആണ്. അതിലോട്ട് എങ്ങനെയാണ് അതിന്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു? എന്നെ ഒരു ദിവസം വിളിച്ചു. ആക്ച്വലി ഞാൻ ഇൻസ്റ്റാഗ്രാമില് ഞാനൊരു ദീപക് സാറിന്റെ ഒരു പാട്ട് പാടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പുള്ളി കണ്ടിട്ടാണ് എന്നെ വിളിക്കണത്. ആദ്യം എന്നെ പാട്ട് പറയണമെന്നല്ല വിളിച്ചിട്ടാണ് ഞാനിങ്ങനെ പാട്ട് കേൾക്കും, ഭയങ്കര നല്ലതാണ്, നമുക്ക് എപ്പോഴെങ്കിലും കൂടാം എന്നുള്ള ആംഗിളിലാണ് എന്നെ വിളിക്കണം. ഞാൻ ഭയങ്കര സന്തോഷമായി, കാരണം ഞാനൊക്കെ എന്താ എന്റെ ഒരു വളർച്ചയുടെ സമയത്ത് പുള്ളിയുടെ പാട്ടുകളൊക്കെയാണ് നമ്മൾ ആ സമയത്ത് ഹിറ്റ് ആവണ പുള്ളിയുടെ പാട്ടുകളൊക്കെയാണ്. പറയാതെ അറിയാതെ, ഞാൻ ആ പാട്ടാണ് പുള്ളി കേൾക്കണത്. പറയാതെ അറിയാതെ ഒരു വേർഷനാണ് കേട്ടത്. എന്നിട്ടൊരു 2 weeks 3 weeks കഴിഞ്ഞിട്ടാണ് എന്നെ പിന്നെയും വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു ഒരു പാട്ടുണ്ട്, ഒന്ന് വരാമോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഡയറക്ടറിന് ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ആ സമയം കോവിഡിന്റെ ഒരു എനിക്ക് ലോക്ക്ഡൌൺ ഒക്കെ ഇങ്ങനെ അല്ലല്ല 2021 നമുക്കൊന്ന് തുറന്നു പറഞ്ഞ സമയം. അതെ 2021 ഇത് തുറന്നു വരുന്ന സമയം. അപ്പം ഈ എനിക്കൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ ഓപ്പൺ ആയി വരുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ ഞാൻ എല്ലാരും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള സമയം. അതെ അപ്പൊ ഞാനിങ്ങനെ കൊച്ചിയിലോട്ട് വരുന്നു, റെക്കോർഡ് ചെയ്യുന്നു. പുള്ളി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഞാനും വീട്ടിൽ പോയി. പിന്നെ എനിക്കൊരു 6 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നെ വിളിക്കണത്. ഡയറക്ടർ കേട്ടു, ഡയറക്ടർ ഓക്കെ ആണ്, നമുക്ക് നോക്കാന്നൊക്കെ. ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ രണ്ടാമതൊരു പ്രാവശ്യം പുള്ളിനെ കാണാൻ പോയി.
അപ്പോഴാണ് ഞാനിങ്ങനെ എനിക്ക് ഇങ്ങനെ അങ്ങോട്ട് ചോദിച്ച് Yeah. ഇതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ അല്ല സാർ ഇത് പടം ഏതാണ്, ഇത് ബ്രോഡായി എന്ന് പറഞ്ഞ പടമാണ്. അപ്പോഴെനിക്ക് ക്ലിക്ക് ആവണില്ല ഇത്. ആ. അപ്പം ഡയറക്ടറൊക്കെ ഇത് പൃഥ്വിരാജിന്റെ ഡയറക്ഷനാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി ലാലേട്ടന്റെ പടമാണെന്ന്. അപ്പൊ ആസ് എ ബിഗിനർ, ഒരു ബിഗിനറിന് Yeah, കിട്ടാവുന്നതിൽ definitely. വെച്ച് എനിക്ക് തോന്നുന്നു First ഭയങ്കര ഒരു film തന്നെ വലിയൊരു പ്രൊഡക്ഷൻ ബാനറിൽ വരുന്ന എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ പാട്ട് ഇറങ്ങുമ്പോഴത്തേനും എന്താ ഇങ്ങനെയൊക്കെ നമ്മള് എനിക്ക് തോന്നുന്നു അധികം പേർക്ക് അറിയത്തൊന്നുമില്ല ഞാനാണ് ഇത് പാടിയെന്നുള്ള സംഭവം. അതെ. കാണാക്കുയില് ഞാനാണ് പാടിയേക്കണം എന്നുള്ള സംഭവം എനിക്ക് തോന്നുന്നില്ല അധികം പേർക്ക് അറിയാന്നുള്ള സംഭവം. അപ്പൊ എനിക്ക് ഭയങ്കര സംഭവമായിരുന്നു. ഞാൻ ഇറങ്ങും എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ഇതിന് എന്താ ചെയ്യണ്ടേ, ആ. നീ ഈ പാട്ടിത്ര വയറിലേക്ക് പക്ഷെ ഭയങ്കര ഹാപ്പി ആയിട്ട് രസമായിരുന്നു. നമുക്ക് ആ പാട്ടിന്റെ ഒരു 4 വരി ഉറപ്പായിട്ടും. ഓഡിയൻസിന് വേണ്ടി. ആരും കാണാതെ ആരോടും ചൊല്ലാതെ കണ്ണാൽ കണ്ണാൽ തമ്മിൽ മിണ്ടുന്നു ഞാനും നീയും തേടും നാളെത്തും വൈകാതെ ചായം തൂകും തമ്മിൽ മെല്ലെ മെല്ലെ മിന്നും നിന്നാണം കാണാനായി നിൻ കോപം വാടാനായി എന്നാളും നിഴലായി തണലേകിടാമീ ജീവനിൽ നിന്നോരം മാറാതെ മായാതെ കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ. വെരി നൈസ്. താങ്ക് യു. ഇത് ആക്ച്വലി തിയേറ്ററിൽ പോയിട്ട് കണ്ടപ്പോ ഇങ്ങനത്തെ ഒരു ഫീൽ തിയേറ്റർ അല്ലായിരുന്നു, ഇത് OTT ആയിരുന്നു. ആ സമയത്ത് തിയേറ്റർ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഇത് OTT തിയേറ്റർ ഇല്ലായിരുന്നു അല്ലേ? ഇത് ഞങ്ങളല്ലേ ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ എല്ലാരും പ്ലാൻ ചെയ്ത് എനിക്ക് പക്ഷെ അപ്പൊ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവില്ല ഇത് തിയേറ്ററിൽ എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളത്? ശരിക്കും പറഞ്ഞാൽ അന്ന് അങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നു ഡൗട്ടുണ്ട്. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് പാടിന പാട്ട് തിയേറ്ററിൽ കേൾക്കും. എനിക്ക് തോന്നുന്നു പിന്നെ അത് തിയേറ്ററിൽ വേറൊരു പടം ഇറങ്ങിയിട്ട് അത് കേട്ടപ്പോഴാണ് ഇത് എനിക്ക് മറ്റത് കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ശരിക്കും ചിന്തിക്കണത്. എനിക്ക് തോന്നുന്നു നമ്മളന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാരും കൂടെ സ്ക്രീനൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ പടമൊക്കെ ഒരുമിച്ച് കാണുന്നത് അതൊരു രസമായിരുന്നു ശരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പടങ്ങളൊക്കെ ഏതായിരുന്നു? പിന്നെ എനിക്ക് തോന്നുന്നു ആനന്ദ് ശ്രീബാല എന്ന പടം ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഒരു ഏജന്റ് എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു, മമ്മൂട്ടിയുടെ ഒരു പടമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു കന്നഡ മൂവിയായിരുന്നു. കന്നഡ അവിടെ തെലുങ്കാണോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അതിന്റെ 2 വേർഷനാ പാടിയേക്കാം, മലയാളം ആൻഡ് തമിഴ്. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെയായിരുന്നു, പിന്നെ സൂത്രവാക്യം എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. പിന്നെ മിയാവു ആ പടം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ 2-3 പടങ്ങൾ ഇറങ്ങാനുണ്ട്. ഇനി വരുന്ന പടങ്ങൾ ഏതൊക്കെയാ അപ്കമിങ് പ്രൊജക്ട്സ് എന്ന് പറയുന്നത്? ദൃശ്യം 3 ഉണ്ട്. ദൃശ്യം 3 ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ Again another like രണ്ടാമത്തെ ലാലേട്ടൻ മൂവി. അത് ഭയങ്കര എന്റെ റെക്കോർഡിംഗ് സെഷനൊക്കെ ഞാനും ഇങ്ങനെ എനിക്കും ദൃശ്യം 3 ആണെന്ന് അറിയില്ലായിരുന്നു. എന്നെ വിളിച്ചു, ഒരു പടം ഉണ്ട് ഇങ്ങനെ നമുക്കൊന്ന് ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അതിന്റെ അനിലേട്ടനെ കാണുന്നതും. അപ്പോഴാണ് ശരിക്കും ദൃശ്യം 3 ആണല്ലേ എന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലാവുന്നതൊക്കെ. അത് ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ടാവും. കാരണം ദൃശ്യം 3 എന്ന് പറഞ്ഞാൽ എല്ലാരും കാത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണ കൂടിയാണ്. കാരണം 2013 ഫസ്റ്റ് ദൃശ്യം ഇറങ്ങണം, പിന്നെ രണ്ടാമത്തെ ദൃശ്യം. അപ്പോഴും നമ്മൾ ചിന്തിക്കണല്ലോ ഇതിനകത്ത് നമ്മൾ ഇപ്പോഴും ഒരു പാട്ടാവുന്നുള്ളൊരു സംഭവം. ഭയങ്കര സന്തോഷമായിരുന്നു. തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഈ ഗോസ്പൽ സോങ്സിലൂടെയാണല്ലോ ലൈക് സിംഗിങ്ങിലോട്ട് വന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം പ്ലേ ബാക്കിൽ വരണക്കാട്ടും മുന്നേ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത ഒരാളാണ് വിഷൻ. സോ ലൈക് ഗോസ്പൽ ഒരു മ്യൂസിക്കിലോട്ട് വരുന്ന ഒരു ജേണി എങ്ങനെയായിരുന്നു? എനിക്കാണ് എന്റെ ചൈൽഡ്ഹുഡ് മുതലേ ഞാൻ പള്ളിയിലേക്ക് അങ്ങനത്തേലാണ് വളർന്നു വരുന്നത്. പക്ഷെ പാടി തുടങ്ങുന്നതൊക്കെ പള്ളിയിൽ തന്നെയാണ്. എനിക്കൊരു 4 വയസ്സൊക്കെ മുതലേ ഞാൻ പള്ളിയിൽ കൊയറിലൊക്കെ പാടി തുടങ്ങും. പക്ഷെ അപ്പോഴും ഒരു മ്യൂസിക്കാണ് എന്റെ കരിയർ അങ്ങനത്തെ ഒരു ആംഗിൾ ഒന്നുമില്ല. എന്റെ വീട്ടിൽ അത്യാവശ്യം എല്ലാവരും പാടും, മമ്മിയൊക്കെ പാടും, ചേച്ചിമാര് പാടും. നോർമലി ഞാനും പാടണമല്ലോ. അപ്പൊ അങ്ങനെയാണ്. എന്റെ അനിയത്തി ജനിച്ചപ്പോഴും
എനിക്ക് തോന്നുന്നില്ലേ നമ്മൾക്ക് അവർക്ക് പാടാൻ കഴിവില്ലായിരിക്കും എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലിയാണ്. നേരെ അങ്ങനെ കൊയറിലൂടെയാണ് വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും പള്ളിയിലെ പാട്ടുകളൊക്കെ തന്നെയാണ് പാടി തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു എന്റെ റെക്കോർഡിംഗ് സെഷനൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊക്കെ ഞാൻ പാടുന്നത് 10ാം ക്ലാസ് സമയത്ത്. ആ സമയത്തും എന്താ അതൊരു കരിയർ ആയിട്ട് മാറും, ഒരു മ്യൂസിക്കൽ ഡിവോഷണൽ സോങ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് 10th പഠിക്കുമ്പോഴാണ്. എനിക്ക് തോന്നുന്നു അത് ഞങ്ങളൊരു 3 കസിൻസ് ഉണ്ട്. ഞാന് ജെറി എന്നാ പേര്. ജെറി ഇപ്പൊ ഒരു സൗണ്ട് എഞ്ചിനീയർ ആണ്. പിന്നെ അല്ലാണ്ട് ബിനോയ് എന്ന് പറയാം. ഞങ്ങള് 3 കസിൻസ് എന്നാ ഞങ്ങള് അന്ന്. അപ്പൊ ഞങ്ങൾ തന്നെ ഒരു 10 പാട്ട് ഒരുമിച്ചിരുന്ന് കമ്പോസ് ചെയ്ത് ഒരു ആൽബം ആയിട്ടൊക്കെ ഇറക്കി. അതിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. ഞങ്ങൾ തന്നെ കമ്പോസ് ചെയ്ത് ഞങ്ങൾ 3 പേര് ഒരുമിച്ചിരുന്ന് കമ്പോസ് ചെയ്ത ഒരു 10 songs അങ്ങനത്തെ രീതിയിലാണ്. 10ാം ക്ലാസ്സിലാണ് ആ ആൽബം ഇറങ്ങുന്നത്, ഞാൻ 10ൽ പഠിക്കുമ്പോൾ. അപ്പൊ അതാണ് ഞങ്ങളുടെ ആക്ച്വലി ഒരു സ്റ്റാർട്ടിങ് എന്നുള്ളൊരു സംഭവം. അതെ ഒരു റിയലൈസേഷൻ ഒക്കെ ഉണ്ടാവണത് അപ്പോഴാണ്. പക്ഷെ സ്റ്റിൽ എനിക്ക് അങ്ങനെ ഒരു തോട്ടൊന്നും വരുന്നില്ല കരിയർ ആയിട്ട് പോകണം എന്നുള്ള സംഭവം. എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ആ സമയത്ത് കലോത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് മറ്റേ സ്റ്റേറ്റ് കലോത്സവത്തിനൊക്കെ എനിക്ക് ലൈറ്റ് മ്യൂസിക്കിനൊക്കെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ 12th കഴിഞ്ഞപ്പോഴത്തേനും എന്താ എന്റെ ഒരു നമ്മുടെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട്, ഒരു വോക്സ് ക്രിസ്റ്റി എന്ന പേര്. ജീസസ് യൂത്ത് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഉണ്ട്, അതിനകത്തുള്ളൊരു ബാൻഡാണ്. അപ്പൊ ഞാൻ ആ ബാൻഡിന്റെ പാർട്ടായി. ശരിക്കും അവിടെ മുതലാണ് മ്യൂസിക്കിന് വേറൊരു സംഭവം ഉണ്ടെന്നുള്ളൊരു അതിന് കുറച്ചും കൂടെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയത്. ശരിക്കും ഒത്തിരി വെളിയിലുള്ള പാട്ടുകളും കൂടുതലും ഗോസ്പൽ സോങ്സ് തന്നെയാണ്. അതൊക്കെ കേട്ടു തുടങ്ങിയത് ശരിക്കും അതിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ അതിന്റെ ഒരു ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കും മനസ്സിലാവണത് ഇതിനകത്ത് എന്തൊരു സംഭവം ഉണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളൊരു റിയലൈസേഷൻ വരുന്നതും മ്യൂസിക് കണ്ടിന്യൂ ചെയ്യാന്നുള്ളൊരു തോട്ട് വരുന്നത്. ഉറപ്പായിട്ടും ഗോസ്പൽ സോങ്സ് തന്നെയാണ് എന്നെ വളർത്തിയതും. സ്റ്റിൽ എന്റെ പാർട്ടാണ്. അതെ അതെ അതെ. എത്രമാത്രം ഇമോഷണലി കണക്റ്റഡ് ആണ് ലൈക്ക് പാട്ട് പാടുമ്പോഴും സ്പിരിച്വൽ? ഉറപ്പായിട്ടും. കാരണം എനിക്ക് എന്നെ ഇപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഞാൻ ഒത്തിരി പാടാൻ ആഗ്രഹിക്കുന്നത് ഗോസ്പൽ സോങ്സ് തന്നെയാണ്. കാരണം ഞാനൊരു ഇമോഷണൽ പേഴ്സൺ ആണ്. എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി സ്പിരിച്വാലിറ്റി ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ പാട്ടുകൾ പാടിയാണ് കുറെ കൂടെ എന്നെ കാം ഡൗൺ ചെയ്യണത്. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ പാട്ടുകളുണ്ട് എനിക്ക് ഗോസ്പൽ സോങ്സിൽ. അപ്പൊ അതൊരു എന്നെ എപ്പോഴും എന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെ ആയിരിക്കും. അതിന്റെ കമ്പോസിംഗ് 10th സ്റ്റാൻഡേർഡ് മുതൽക്കാണ് സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് കമ്പോസ് ചെയ്യാൻ തുടങ്ങി? ഞാൻ കമ്പോസ് ചെയ്യാൻ ഒത്തിരി പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പള്ളികൾക്ക് വേണ്ടി, അതായത് ഞങ്ങളുടെ പള്ളിയിലെ പാട്ടുകൾ പാടാനും അല്ലാണ്ട് ആളുകൾ ഇങ്ങനെ വിളിച്ചു അങ്ങനത്തെ രീതിയിൽ ഒത്തിരി പാട്ടുകൾ, മീൻസ് ഗോസ്പൽസിൽ ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും അങ്ങനത്തെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തതും ഗോസ്പൽ സോങ്സ് തന്നെയാണ്. പിന്നെ പയ്യെ അത് ഞാൻ എൻ്റെ ഒരു ഇൻഡിപെൻഡന്റ് സൈഡിലോട്ട് അതിനെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്നു, പാട്ടുകൾ റിലീസ് ചെയ്യാൻ ചെയ്തോണ്ടിരിക്കുന്നു. അതേപോലെ തന്നെയാണല്ലോ ഇപ്പൊ 43 മൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാൻഡ്, അതും ഇത് കഴിഞ്ഞിട്ട് ഫോം ആയി വന്നതാണോ? അതെ, അതൊരു 2020-ലാണ് ഞങ്ങൾ ഒരുമിച്ച് വരുന്നത്. ഞങ്ങൾക്ക് അന്നൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷെ ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്. മീൻസ് ഗോസ്പൽ ബാൻഡില് അതൊരു ഗോസ്പൽ ബാൻഡ് ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു സെക്യുലർ ഒരു സൈഡിലോട്ട് ഒരു ഇൻഡിപെൻഡന്റ് എന്നുള്ള വാക്ക് തന്നെ ഞങ്ങൾ അതിന് ശേഷമാണ് കേൾക്കണത്. പലരും ഉപയോഗിച്ച് അത് അങ്ങനെയൊക്കെ കേൾക്കണത് അതിന് ശേഷമാണ്, ബാൻഡൊക്കെ ഫോം ചെയ്തതിന് ശേഷമാണ്. അതിനൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു ജോബ് കുര്യനൊക്കെ ചേട്ടനൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്, ഇൻഡിപെൻഡന്റ്. അപ്പൊ ശരിക്കും ഇങ്ങനെ സംഭവം ഉണ്ടല്ലേ എന്ന് ഞങ്ങൾ ശരിക്കും ഒരുമിച്ച് വന്നതിന് ശേഷം റിലേഷൻ ആണ്. ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങൾ 2020-ലാണ് ഒരുമിച്ച് വരുന്നത്. 2020 ഒരുമിച്ച് വരുന്നു. അപ്പൊ തന്നെ കോവിഡ് വന്ന് വീട്ടിൽ പ്രൈസ് വേർഷൻ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിപ്പോ ഓൾമോസ്റ്റ് 1 crore വ്യൂസ് എന്താ കഴിഞ്ഞു യൂട്യൂബിൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ പാടുന്ന ഒരു പാട്ടാണ്. പലപ്പോഴും ഇങ്ങനെ ഇപ്പം എന്നെ ഒത്തിരി ലിഫ്റ്റ് ചെയ്യുന്നൊരു സോങ് ആണ്. അപ്പം അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നൊരു മനോരമയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളത് ചെയ്തത്. ഞങ്ങളൊരു 4-5 ഫ്രണ്ട്സൊക്കെ കൂടെയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പാടുന്ന സമയത്താണെങ്കിലും എപ്പോഴും ഭയങ്കര ഒരു താങ്ക്ഫുൾ ഒരു ഹാർട്ടോടെ
അങ്ങനെ പാടാൻ പറ്റിയത് കൊണ്ടായിരിക്കാം പലപ്പോഴും അത് പാടുമ്പോഴത്തേന് എന്റെ കണ്ണ് പറയാറുണ്ട്. മീൻസ് അങ്ങനത്തെ ഒരു ഇമോഷൻ. ആക്ച്വലി ഈ പാട്ട് ഇറങ്ങി റിലീസ് ചെയ്തൊരു 6 മാസത്തേക്ക് വലിയ അനക്കമൊന്നുമില്ല. അധികം ഒരു 20,000 അങ്ങനെ എന്തോ വന്നിട്ടുള്ളൂ. ഈ മഴ തുടങ്ങിയപ്പോഴത്തേക്കും കുറെ മച്ചന്മാര് ബുള്ളറ്റ് ആയിട്ട് ഇറങ്ങി ട്രിപ്പ് പോകാൻ വേണ്ടി. ഇവന്മാരാണ് ഈ പാട്ടിനെ ശരിക്കും എത്തിക്കണത്. ഇവരാണ് എന്താ അവരുടെ വീഡിയോസിലും പയ്യെ ഇതിന്റെ വേർഷൻസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് അവരത് യൂസ് ചെയ്ത് തുടങ്ങിയത് ഭയങ്കരമായിട്ട്. ഒരു സമയം ഞങ്ങളൊക്കെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴേ എന്താണ് ഒരു ദിവസം 2-3 ഞാനറിയും കുറവുകളെല്ലാം എന്റേതോ പൊന്നച്ച, നീയറിയും കുറവും ചൊല്ലും എല്ലാവരുടെയും പൊന്മകളെ, ഞാനേറിയ ചാറും ചലനും മധുവല്ലേ പൊന്നച്ച, നീ മോന്തിയ മധുവിൻ ചോര ചൂചോര